സൂപ്പർ മാർക്കറ്റ് സിമുലേറ്റർ എന്ന ഗെയിമാണ്. അപ്പോൾ ഇത് പറയുന്നത് നല്ലൊരു ഗെയിമാണ്. അപ്പോൾ നമ്മളിതൊന്ന് ജസ്റ്റ് കളിക്കാൻ പോകുന്നത് പാർട്ട് 1ഉം പാർട്ട് 2 ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് പാർട്ട് 1 ആയിട്ടാണ് ഈ വീഡിയോ നമ്മൾ കളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഓരോരോ സാധനങ്ങൾ ഓർഡർ ചെയ്യുക, എന്നിട്ട് അത് സെയിൽ ചെയ്യുക പ്രോഫിറ്റിന്. അപ്പം അങ്ങനെയാണ് ഈ ഗെയിം വരുന്നത്. അപ്പോൾ നമ്മളിതിങ്ങനെ ജസ്റ്റ് ഒന്ന് കളിച്ചോക്കാന്ന് വിചാരിച്ചാണ്. അപ്പോൾ ജസ്റ്റ് കളിക്കുകയാണ്. ഇത് നമ്മൾ ഓരോ സാധനങ്ങൾ ഇങ്ങനെ നമ്മൾ മേടിക്കുക, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ അതിന് മുന്നേ കളിച്ചിട്ടുണ്ട്. അതിപ്പോഴാണ് റെക്കോർഡ് ചെയ്യാനുള്ള ഒരു ഇത് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഓരോരോ സാധനങ്ങൾ ഓർഡർ ചെയ്യുകയാണ്. ഇതിപ്പോൾ ഇനിയിപ്പോൾ പ്രൈസ് അടിക്കണം, സെറ്റ് പ്രൈസ്. നമുക്ക് ഗ്രീന് വെക്കാം. അപ്പോൾ റെഡ് വരുന്നത് ഓവർ പ്രൈസ് ഒക്കെ ആവും. അപ്പം നമുക്ക് നല്ല പ്രോഫിറ്റ് കിട്ടുന്നത് ഇപ്പം $5 പ്രോഫിറ്റ്. കുറച്ച് കഴിഞ്ഞാൽ അത് ലോസാണ്, ലോസൊക്കെ. ഇതാണൊരു ഗുഡ് പ്രൈസ്. ആ ഗ്രീന് എത്തുമ്പോൾ അപ്പം നമ്മളത് ഒരു കട ഓപ്പൺ ആക്കാൻ പോവാണ്. കട ഓപ്പൺ ആക്കി. ഓക്കെ, ഇപ്പോൾ കസ്റ്റമേഴ്സ് ഇരുന്നാണ് ആൾക്കാർ വരുന്നുണ്ട്. ഇതെന്താ മനസ്സിലാവുന്നില്ല. അത് കുറേ നേരം കടയുടെ പേരാണ് മാർസു. നമ്മളിങ്ങനെ ആൾക്കാർ വരുന്നു. ഇതിനിടയ്ക്കൊരു പ്രശ്നം വെക്കുന്നത്, ഇത് ഞാൻ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടാവും. പിന്നെ അത് റെക്കോർഡ് ചെയ്യണ നല്ല നൈറ്റാണ്, ഒരു 12 മണി അപ്പോൾ ആ ടൈമിനോട്. പിന്നെ ഇതിനിടയ്ക്ക് ഇപ്പോൾ ഈ കളക്ഷനില്ലേ, അവിടുന്ന് ലീവ് അടിക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. റെക്കോർഡ് പോയി, പിന്നെ എന്തൊക്കെയോ ഫോൺ ഓവർ ഹീറ്റൊക്കെ ആയിട്ട് ഓരോരോ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇത് നമ്മളിതിങ്ങനെ ചെയ്യാണ്. ഇപ്പോൾ ഇത് ഫസ്റ്റ് തന്നെ എന്തോ ഒരു ഫ്ലോപ്പ് മാതിരി കിട്ടിയെന്ന് എനിക്ക് ഓർമ്മയില്ല. അതെന്തോ ഓവർ പ്രൈസാണ് ഞാൻ കൊടുത്തത്. അത് അവൾക്ക് തന്നെ ഓവർ പ്രൈസാണ് കൊടുത്തത്. അതാ 90 കൊടുത്ത് ഓക്കെ വിട്ട് 5 പൈസ. ഇതിങ്ങനെ ഓരോന്ന് ചെയ്യണം. അവിടെ ഓരോ ചിലവരിങ്ങനെ ഓരോരോ അഭിപ്രായം പറഞ്ഞുണ്ടോ, ഓവർ പ്രൈസാണ് അങ്ങനെയൊക്കെ. ഓക്കെ, ഫസ്റ്റ് വരുന്ന നല്ല കുറേ ആൾക്കാർ ഇതാക്കും. കാരണം ഫസ്റ്റ് മാച്ച് ആയതുകൊണ്ട് തന്നെ മാച്ചല്ല, ഫസ്റ്റ് ഒരു ഡേ ആയതുകൊണ്ട് കുറേ വരും. പിന്നെ മെല്ലെ മെല്ലെ കുറഞ്ഞ് കിട്ടും. ഇനി നമ്മളൊരു ഫർണിച്ചർ മേടിക്കാൻ പോകണം. ഇനി ഫർണിച്ചർ മേടിക്കണം, അത് വലുതാക്കണം. ഓക്കെ, ഞാൻ കുറേ പണി. ഈ കാർഡാണെങ്കിൽ കുഴപ്പമില്ല, ക്യാഷ് ആകുമ്പോൾ ബാക്കി കൊടുത്ത് മതി. സ്റ്റോറി ഡെവലപ്പായി. ലൈസൻസ് കിട്ടി നമുക്കൊക്കെ. ഒരു ലൈസൻസ് കിട്ടി. ഇപ്പോൾ കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് ഓർഡർ ചെയ്യണം ഓരോരോ കാര്യങ്ങൾ. നമ്മൾ ഷോപ്പ് ഒന്ന് ക്ലോസ് ചെയ്യാം. ഷോപ്പ് ക്ലോസ് ചെയ്യാനായിട്ട് മുന്നേ നമുക്ക് ഇതൊന്ന് ഒരു കാര്യം ചെയ്യാനുണ്ട്. നിങ്ങളൊന്ന് ബാക്കി ഗെയിം പ്ലേ കണ്ടുവരും. ഓക്കെ,
സോ ഓക്കെ, അപ്പൊ നമ്മളിത് ഗെയിം കുറെ കളിച്ചു ഇപ്പൊ ഗെയിം പ്ലേ ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് നല്ലൊരു പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയത് $372 നമുക്ക് ഇപ്പൊ കൈ കയറ്റിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതേമാതിരി ലൈസൻസ് ഒക്കെ എടുത്ത് നമ്മളെ ഈ സൂപ്പർ മാർക്കറ്റ് പറഞ്ഞാൽ ഇതിനെക്കാട്ടും കുറെ ആൾക്കാർക്ക് എംപ്ലോയീസിനൊക്കെ വെക്കാം. പിന്നെ വേറൊരു ഒരു ഗോഡൗമാരൊക്കെ നമുക്ക് മേടിച്ച് ഓട്ടോമാറ്റിക്കലി സാധനങ്ങളൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരൊക്കെ, അതൊക്കെ നമ്മൾ പാർട്ട് 2 പാർട്ട് 3 ആയിട്ട് വരുന്ന ദിവസങ്ങളിലൊക്കെ എടുക്കും. കാരണം വെച്ചാൽ ഞാൻ ഈ ഗെയിം അങ്ങനെ കളിക്കണമല്ല, അതുകൊണ്ട് ടൈം കിട്ടുമ്പോഴൊക്കെ കളിക്കുള്ളൂ. അപ്പോൾ അത് പാർട്ട് 2 വരാൻ കുറച്ച് ലേറ്റ് ആവും. അങ്ങനെ ചെയ്യുന്നില്ല, നമുക്ക് എടുക്കാം. ഓക്കെ, നമ്മൾ ഓരോരോ കാര്യങ്ങൾ പഠിക്കാം. ഞാനിപ്പോൾ ഒരു മിസ്റ്റേക്ക് ചെയ്യുമെന്ന് തോന്നുന്നു. ഐ തിങ്ക് ഞാനൊരു ഇത് മേടിക്കും, ഒരു ഫർണിച്ചർ മേടിക്കും. ഓക്കെ, അത് വരും ചെയ്യും, ബട്ട് ഞാനത് പിടിച്ചറിയാണ്ട് വേസ്റ്റ് കൊണ്ടുവരും. എന്തോന്ന് ചെയ്ത് പെട്ടെന്ന് വേസ്റ്റ് കൊണ്ടുവരും. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരും. ഇപ്പം ഞാൻ ഓരോന്നിങ്ങനെ അടിക്കടിക്ക് വെക്കാണ്, അങ്ങോട്ടേക്ക് വെച്ച്. അപ്പോൾ നമ്മൾ ഇത് സ്പീഡാക്കാൻ പറ്റുള്ളൂ. ഓരോരോ കാര്യങ്ങൾ കണ്ടോ, അവിടുത്തെ ഒരു നമ്മളെ ഇത് കൊടുത്താൽ മതി. എന്താ പറയുക, ഇത് ഞാനിപ്പോൾ അങ്ങോട്ട് കൊണ്ടുവരും. ഇതിങ്ങനെ ഓരോന്നോരോന്ന് ഓരോരോ കാര്യങ്ങൾ. ഈ ഫർണിച്ചർ ഇടാൻ ഞാൻ പെട്ടെന്ന് ചെയ്തപ്പോൾ പോയി, ഇതത് നോക്കിയപ്പോൾ കിട്ടണില്ല. അങ്ങനെ ഓരോ കട ഞാൻ കുറേ എടുത്ത് നോക്കി, കിട്ടണില്ല. കട ഞാൻ അടിച്ചത് ഇത്രയും സാധനങ്ങൾ വന്നു. ഇതൊക്കെ നമ്മൾ വെക്കണം എന്ന് വിചാരിച്ചാണ്. കാരണം എന്താ പറയുക, നമ്മളാ മറ്റേ ഫർണിച്ചറില്ലേ അത് കിട്ടിയതിനൊക്കെ വെക്കാലോ. അപ്പോൾ ഇതൊന്ന് മൂഞ്ചിപ്പോയി. നമ്മളിപ്പോൾ നല്ല കുറച്ച് ക്യാഷ് കൂടി വാങ്ങി മാത്രമേ കൂടുതൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടുള്ളൂ. ഇപ്പോൾ കയ്യിലാണെങ്കിൽ $1 ഉള്ളൂ. ഇപ്പം നമ്മൾ ഓരോരോ കളി ഇപ്പോഴും ശരിക്കും നല്ലപോലെ ചടച്ചു പോയി. കാരണം ഈ വാതിലാണ് ഞാൻ പറഞ്ഞത്, ഇടയ്ക്ക് നമുക്ക് ഗോഡൗണൊക്കെ ഉണ്ടാക്കാം. ഇത് അടി വെക്കുന്ന ക്യാഷിൻ്റെ സാധനം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് പ്രൈസൊക്കെ നമുക്ക് ഇങ്ങനെ ഇടയല്ല നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. ഓക്കെ, ഇതാകെ കടിക്ക് നല്ലപോലെ ചടച്ചായി ഇപ്പം, കാരണം നമ്മളെ ഫർണിച്ചർ പോലും. അങ്ങനെ ഓക്കെ, നമുക്ക് ഇനി ബാക്കി പോക്കാം. പാർട്ട് 2 വരും വൈകാതെ. വേണമെങ്കിൽ നിങ്ങൾ അടുത്ത ഏത് ഗെയിം കളിക്കേണ്ടതെന്ന് പറയട്ടെ കമൻറ്റ് ബോക്സിൽ. ഓക്കെ, ഏത് ഗെയിം കളിക്കാം കുഴപ്പമില്ല. പബ്ജി അങ്ങനത്തെ ഗെയിമൊന്നും കളിക്കില്ല, അതിനോടൊക്കെ താല്പര്യം പോയി. ഓക്കെ, അത് മാത്രമല്ല ഫോണ് വാങ്ങൂല. ഫ്രീ ഫയർ ഒക്കെ വാങ്ങും. ഫ്രീ ഫയർ കളിക്കുമ്പോൾ ഒരു ദിവസം ഓക്കെ ലൈവൊക്കെ കാണാം. ഓക്കെ, പ്രോഫിറ്റൊക്കെ സാധനം മേടിച്ച് സെറ്റ് പ്രൈസ് ഞാനിപ്പോഴും കാര്യം നോക്കുകയാണ്, മറ്റേ ഇതിലെന്തെങ്കിലും ഉണ്ടോയെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, പക്ഷെ അതൊന്നും കിട്ടണില്ല. ഐ തിങ്ക് ഈ വീഡിയോക്ക് ചിലപ്പോൾ കോപ്പറേറ്റ് വരും. ഞാനൊരു വോയിസ് അതിൽ ആഡ് ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ കോപ്പറേറ്റ് വരും. അപ്പോൾ അത് എടുത്ത് ഒഴിവാക്കേണ്ടി വരുന്നു തോന്നുന്നു. ഇല്ല, അപ്പോൾ നമ്മൾ അമ്മച്ചിക്കാണെങ്കിൽ നല്ല കുറേ എണ്ണ കാർഡാകുമ്പോൾ കുഴപ്പമില്ല, വേഗം അതിൽ ഇങ്ങനെ എമൗണ്ട് അടിച്ചു കൊടുത്താൽ മതി. മറ്റേതാകുമ്പോൾ ക്യാഷ് ആണെങ്കിൽ ബാക്കി കൊടുത്ത് നമ്മൾ കുറച്ച് കഷ്ടപ്പെടും. ഓയിൽ അത് ബാക്കി ആറുന്നുണ്ട്, അത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്ത്. ഇനിയിപ്പോൾ ഞാനത് ഓരോന്ന് റെഡി ആക്കട്ടെ. ഞാനിവിടെ കൊണ്ടുവച്ചു, ഓരോന്നിവിടെ നടക്കണ്ടല്ലോ. ഓക്കെ, ഇടാല് രാത്രി കേട്ടോ ഏകദേശം. ഓക്കെ, എനിക്കിത് കളിക്കുമ്പോൾ തന്നെ നേരെ വോയിസ് കൊടുത്താൽ മതിയായിരുന്നു. ഇത് എന്തോ മാതിരി റെക്കോർഡ് ചെയ്തതിന് ശേഷം ഇനി ശ്രദ്ധിക്കുക, ഇനി നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ വോയിസ് കൊടുക്കുന്നത് നല്ലത്. അതാകുമ്പോൾ ആ ടൈം നമുക്ക് പറയും. ഇതിങ്ങനെ ഒരു ഇത് കിട്ടില്ല നമുക്ക്. ഓക്കെ, ആൾക്കാർ സാധനം മേടിക്കുന്നത് നമ്മൾ ഗുഡ് പ്രൈസസ് തന്നെയാണ് വിൽക്കുന്നത്. ഓക്കെ, ഗെയിം രസമുണ്ടോ, കുറേ ടൈമോണൊന്നും അറിയില്ല. നമ്മളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. ഇത് റെക്കോർഡ് ചെയ്ത് ഇങ്ങനെ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. ഇത് നമുക്ക് ബിൽഡ് ചെയ്യണം, നല്ലപോലെ ബിൽഡ് ചെയ്യണം. ഇത് കഴിഞ്ഞിട്ട് ഐ തിങ്ക് വേറൊരു ഗെയിം എന്ന് പറഞ്ഞാൽ ലോക്കി ക്രാഫ്റ്റ് ഇല്ലേ, മൈൻ ക്രാഫ്റ്റ്, അതേമാതിരത്തെ ഇതിൽ അത് ഡിസൈൻ വീടും ഇതൊക്കെ ഉണ്ടാക്കണം എന്നാണ്. സർവൈവൽ മോഡല്ല, അൺലിമിറ്റഡ് ഇതൊക്കെ ഉള്ള നല്ല രസം. ഞാൻ കളിക്കേണ്ടായിരുന്നു. എന്താ പുതിയത്
ഓക്കെ ചെക്കൗട്ട് സക്സസ്. കണക്കിന് കുറച്ച് നമ്മൾ ബാക്കൗട്ടായിട്ട് കണക്കിന് കുറച്ച് നമ്മൾ സി പ്ലസ് ഒക്കെ ആണ് അതാണ്. സ്റ്റോറി ലെവലപ്പ് നമുക്ക് നീ കിട്ടിയത് വലിയൊന്നും കിട്ടിയ സീനില്ല. ഡേ ഇപ്പം കഴിയും. ഡേ 1 പോലും ആയിട്ടില്ല. ഡേ 1 നമ്മൾ നല്ല പ്രോഫിറ്റ് ഇട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഡേ 1 കഴിഞ്ഞിട്ടാണ് ഐ തിങ്ക് തോന്നുന്നത് നമ്മൾ ഈ കളി നിർത്തും. ഓക്കെ ബാക്കി കൊടുക്കണമല്ലോ 9,65. ചിലപ്പോൾ ഈ വീഡിയോയ്ക്ക് നല്ല ബാക്ക് നല്ല സൗണ്ട് കിട്ടുന്നുണ്ടാവും. മറ്റേ നോയ്സ് നല്ല ഫാൻ കറങ്ങിയിട്ട് നല്ല സ്പീഡിലാണ് ഞാൻ ശ്രദ്ധിച്ചില്ല. ഇതെന്തിനവിടെ എനിക്കിങ്ങനെ കത്തത്. സോ ഈ ഗെയിം ഇപ്പം നമ്മൾക്ക് ഇവിടെ വെച്ച് നിർത്താം. ഓക്കെ ഈ ഡേ 1 ഒന്ന് കഴിയട്ടെ. അവ നിർത്താം കേട്ടോ. അവൾക്കൊന്നും ഒന്നും വേണ്ടേ. നമ്മളെ ഫർണിച്ചർ പോയതുകൊണ്ട് പക്ഷേ ഫർണിച്ചർ ഇല്ലെങ്കിൽ നമുക്കൊരു 20 മിനിറ്റൊക്കെ വീടിടും. ഫർണിച്ചർ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഫർണിച്ചറും ഇല്ല. പക്ഷേ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നോക്കാം നമുക്ക് ടോട്ടൽ സ്പെൻഡിങ് എത്രയോ 171. ഓക്കെ ബാലൻസ് 402. ഓക്കെ സീനില്ല നല്ലൊരു തന്നെയാണ്. സ്കിപ്റ്റ് ടുമാറോ അടിക്കാൻ നമുക്ക് ന്യൂ കസ്റ്റമേഴ്സ് വെൽക്കം. ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ നമുക്ക് ഏത് ഗെയിമാണ് ഈ കളിക്കേണ്ടതെന്നുള്ളത് അത് അറിയിക്കാം. കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും ചെയ്യാം. പിന്നെന്താ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതെന്നൊക്കെ പറയാനുള്ളത്. അപ്പോൾ എന്നും ഇതേമാതിരി വീഡിയോസൊക്കെ വരും. സീനില്ല. ഇന്നലെ 2 വീഡിയോ വിട്ടെന്നു. അത് കാണാത്ത ദിവസം കാണാം. ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ വീഡിയോ. ബാക്കി ഞാൻ ഇത് ചെയ്യണമെന്ന് വെച്ചാൽ അത് ഉള്ളിക്കെടുത്ത് തരാം. ഇനി അതൊക്കെ പോയാലോ ഇത് വീഡിയോ ഞാനൊരു ഭാഗം കട്ട് ചെയ്തെന്ന് തന്നെ വരും. ഏതൊരു ഭാഗം കട്ട് ചെയ്തിരുന്നു. അതേമാതിരി ഞാൻ റെക്കോർഡ് ഓഫ് ആയി. അപ്പം ബാക്ക് അടിച്ച് നോക്കിയപ്പം ഞാൻ ആ സെൽഫിലെടുത്ത് വെച്ച കുറേ സാധനങ്ങൾ സെയിലായി. പക്ഷെ പ്രോഫിറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ. അതും കൂടി ഉള്ളിൽ വെച്ചിട്ടെടുത്തേക്കാം. ഓക്കെ എന്നാൽ ശരി. അടുത്ത വീഡിയോ എടുക്കണം. പാർട്ട് 2 ഉണ്ടാവും. ഓക്കെ ബൈ.